അവര് മേയറായിരുന്നില്ല അവരുടെ പൈസയുടെ അഹങ്കാരം വേറെന്ന് പറയുന്നത്. ഡ്രൈവർ ചെയ്ത ഇത് പറയുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ശരിക്കും ആ ഡ്രൈവറുടെ ഭാഗത്ത് തന്നെ ഡ്രൈവറിന്റെ ഭാഗത്തായിട്ടാണ്. ഏത് നിഷ്കളങ്കനാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ അവന്റെ ഭൂതകാലം ആ രീതിയിലാണ് വിളിച്ചുകൊണ്ടത്. സത്യാവസ്ഥ അറിയത്തില്ല, അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് നിൽക്കുക അവരുടെ ഒരു പക്വതക്കുറവെന്ന് പറയാൻ പറ്റുള്ളൂ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും ചേർന്ന് സീബ്ര ലൈനിൽ കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ജനങ്ങൾ ആർക്കൊപ്പമാണ്? ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. അവര് മേയറായിരുന്നില്ല അവരുടെ പൈസയുടെ അഹങ്കാരം വേറെന്ന് പറയുന്നത്. സാധാരണക്കാരനെ ബസ് ഡ്രൈവർ അവൻ അവിടെ എന്താണ് ചെയ്തത്, അവരെ ഓവർടേക്ക് ചെയ്ത് അവിടെ നിർത്തിയ ബസ് സാധാരണക്കാരനുണ്ട്. അവർ പരാതി ഉണ്ടായി പോലീസ് സ്റ്റേഷൻ 2 ദിവസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പരാതി സ്വീകരിച്ചെന്ന് പറയുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അത് മേയർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ പൈസയുടെ അഹങ്കാരം. നമ്മളെ അങ്ങനെയൊന്നും എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ പൈസയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യപ്പെടുമ്പോഴും ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവരുടെ യാത്രയുടെ അത് ബാധിച്ചു, വഴിയിലിറക്കി. അത് ശരിയല്ല. ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുന്നു? ശരിക്കും ആ ഡ്രൈവറുടെ ഭാഗത്ത് തന്നെ ഡ്രൈവറിന്റെ ഭാഗത്തായിട്ടാണ് അങ്ങനെ തോന്നാൻ കാരണം അതിൽ ഒരുപാട് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. വിലയിരുത്തല് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യദുവിന്റെ കേസ് കേട്ടല്ലേ നിങ്ങൾ പറയുന്നത്? അത് അവര് ആര്യയും മറ്റേ ഭർത്താവ് MLA-യും അവരുടെ ഒരു പദവിക്ക് അപ്പുറത്തേക്കായിപ്പോ അവരുടെ പ്രകോപനം. അവരുടെ പദവി മറന്നുള്ള പ്രകോപനമായിപ്പോയി. അവരുടെ ഭാഗത്ത് അവരുടെ നോക്കാൻ നേരത്തെ അവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കാം. അവർക്ക് രണ്ടുപേർക്കെതിരെ കേസിന്റെ വഴിക്ക് പോകും. കേസിന്റെ വഴിക്ക് പോകാതിരിക്കാൻ പറ്റുമല്ലോ. നിയമത്തിന്റെ വഴിക്ക് പോകും. അല്ലാതെ അവന്റെ ഏതോ നിഷ്കളങ്കനാന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ അവന്റെ ഭൂതകാലം ആ രീതിയിലാണ് വിളിച്ചുകൊണ്ടത്. അതിനെപ്പറ്റി വേറെ ഒത്തിരി കേസുകളും കാര്യങ്ങളൊക്കെ പൊങ്ങി വരുന്നുണ്ടല്ലോ. അത് അവരുടെ ഒരു പക്വതക്കുറവെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതാ പറഞ്ഞ പക്വതക്കുറവിന്റെ ഒരു അറിവില്ലായ്മ എന്നൊക്കെ പറയാം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈവറുടെ പേര് തെറ്റ് തന്നെയാണ്. ഡ്രൈവർ ചെയ്ത ഇത് പറയുകയാണെങ്കിൽ തെറ്റ് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഡ്രൈവർ ചെയ്തതിന് തെറ്റല്ലേ. ഒരു പെണ്ണിനോട് അങ്ങനെ മര്യാദയായിട്ടുള്ള പെരുമാറാമോ? ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഞാനായാലും പെരുമാറാൻ പാടില്ല. മേയർക്കെതിരെ കേസെടുക്കേണ്ട കാര്യം എന്നുള്ളത് മേയറുടെ ഇതിൽ ചെയ്തോളൂ. അത് അവരുടെ മേഖലല്ലേ, നമ്മൾ കൈകേറേണ്ട കാര്യമില്ല. അത് KSRTC ഡ്രൈവർ എന്തിട്ട് കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിഞ്ഞ് നേരിട്ട് കണ്ടല്ലോ. പേപ്പറിൽ വന്ന ഇതല്ലേ. സത്യാവസ്ഥ അറിയത്തില്ല, അതുകൊണ്ട് ആരുടെയും ഭാഗത്ത് നിൽക്കില്ല. ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN Media News YouTube ചാനൽ.